അപ്പോൾ ഒന്നും കൂടെ ആർക്കെങ്കിലും അസീലിൻ്റെ കുട്ടികൾ വേണം. ഗോതമ്പ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ സാധാ റേഷൻ കണ്ടില്ലേ? അയ്യോ സോറി. അസ്സലാമു ഫാം ഹൗസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കമ്പനിയിൽ കാണുന്ന പോലെ കുറഞ്ഞ വിലയിൽ അസീൽ നമ്മൾ മുമ്പ് വാങ്ങിക്കഴിഞ്ഞ അസീൽ കുട്ടികളുടെ ഇതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഇവർക്ക് നമ്മൾ തീറ്റ കൊടുക്കാൻ പോവുകയാണ്. നമ്മുടെ നാടൻ കോഴിക്കുട്ടികൾക്കും നമ്മുടെ കോഴിക്കുട്ടികൾക്കും കൊടുക്കുന്ന നോർമൽ തീറ്റകളാണ് കേട്ടോ. നമ്മൾ കമ്പനി തീറ്റകളല്ലാതെ നോർമലായിട്ട് ഇവിടെ കൊടുക്കുന്ന തീറ്റകളാണ് നമ്മൾ മിക്സ് ചെയ്യണത്. നമ്മുടെ സാധാരണ ഗോതമ്പുണ്ടല്ലോ, ഗോതമ്പ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സാധാ റേഷൻ അരി, മട്ടൻ അരി, പിന്നെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ സമയമുള്ള സമയത്ത് നമ്മളങ്ങനെ എന്താ പറയുക ഇലകൾ കൊടുക്കും. ഇതിപ്പോൾ മുരിങ്ങയാണ്, ഇതല്ലാണ്ട് നമ്മൾ ചീര കൊടുക്കലുണ്ട്, പിന്നെ ഇടയ്ക്ക് പപ്പായ കൊടുക്കലുണ്ട്. പക്ഷേ ഇത് വളരെ ഒക്കേഷണലി കൊടുക്കാറുള്ളൂ. പറ്റാവുന്നവർ ആഴ്ചയിൽ 1-2 വട്ടം കൊടുത്തു കഴിഞ്ഞാൽ ഇതായി. നമ്മുടെ സമയക്കുറവ് കാരണം നമ്മൾ അവൈലബിൾ ആവുന്ന സമയത്ത് കൊടുക്കണം. പിന്നെ ഈ കാണുന്നുണ്ടല്ലോ, നമ്മൾ നമ്മുടെ ഫാമിൽ തന്നെ വിളഞ്ഞ ഉമ്മാൻ്റെ എന്താ പറയുക കുമ്പളങ്ങയാണ് കേട്ടോ. നമ്മുടെ ഫാമിൽ വിളഞ്ഞ അടിപൊളി കുമ്പളങ്ങ, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ സാധനം. ഓക്കെ, കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കൊത്തുകോഴികൾ, അസീൽ എന്ന് പറയുന്ന കൊത്തുകോഴികൾ. ഇവിടെയും കുറച്ചാളുണ്ട്. അയ്യോ ഇതാണ് നമ്മുടെ അസീൽ കോഴിക്കുഞ്ഞുങ്ങൾ കേട്ടോ. ഇനി ഇതേപോലത്തെ ഞാൻ ഇതിപ്പോൾ ഏകദേശം ഒരു 2 മാസം പ്രായമായിട്ടുണ്ട്. ഓക്കെ, ഏകദേശം ഒരു 2 മാസം പ്രായമായിട്ടുള്ള അസീലിൻ്റെ കോഴിക്കുഞ്ഞുങ്ങളാണ്. ഓക്കെ, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഇതേപോലെ ഒരു 17 കുഞ്ഞുങ്ങളും കൂടെ സെയിലിനുണ്ട്. വളരെ കുറഞ്ഞ വിലയിലാണ് എന്താ പറയുക അസീൽ കോഴിക്കുഞ്ഞുങ്ങൾ സെയിലിന് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, ആ നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി. ഓക്കെ, പിന്നെ നോർമലായിട്ടുണ്ടല്ലോ ഇവരെ നമ്മൾ ആ ഷെഡിൻ്റെ ഉള്ളിലാണ് ഒരു പരിധി വരെ വളരുന്നത് വരെ നമ്മൾ ആ ഷെഡിൻ്റെ ഉള്ളിലിട്ടിട്ടാണ് വളർത്തൽ. ഇതിപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇങ്ങനെ വല്ലപ്പോഴും നമുക്ക് അവൈലബിൾ ആകുന്ന സമയത്ത്, ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ അത്രയും ബെറ്റർ, അവൈലബിൾ ആകുന്ന സമയത്ത് നമ്മൾ ഇവരുടെ വെയിൽ കായാൻ വേണ്ടി ഇടും. അതാണ് ഇപ്പോൾ ഈ കൂട്ടിൽ കണ്ടിരിക്കുന്നത്. കണ്ടില്ല, ഇതിപ്പോൾ അവൻ കിടക്കുന്ന നോക്കിയെടുത്തും കിടക്കുന്നുണ്ടല്ലേ, ചിറക് വിരിച്ചിട്ട് ഒരു സൈഡിക്ക് ഇങ്ങനെ ആക്കി കിടക്കും. അപ്പോൾ ഇവരെ നമ്മൾ വെയിൽ കായാൻ വിടണം. വെയിൽ കായാൻ വിട്ടാലാണ് ഈ എന്താ പറയുക കുറേ വെയിലിൽ നിന്ന് കിട്ടുന്ന കുറേ വിറ്റാമിൻ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത്. പിന്നെ ഇതാണിപ്പോൾ ഇവർ നിലവിലേക്ക് നമ്മൾ തീറ്റ കൊടുക്കുന്ന തീറ്റ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ കുറച്ച് ഒരു നാടൻ കോഴി കുറച്ച് കുട്ടികളെ വിരിയിച്ചിട്ടുണ്ട്, അതും കൂടെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ ആർക്കെങ്കിലും അസീലിൻ്റെ കുട്ടികൾ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ അറിയിക്കുക. ഓൾ കേരള ഡെലിവറി ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. ഓക്കെ, നമ്മുടെ കുറച്ച് നാടൻ കോഴിക്കുട്ടികൾ വിരിഞ്ഞിട്ടുണ്ട്, അണ വെച്ചത്, അതും കൂടെ കാണിച്ചു തരാം കേട്ടോ. കൊത്തു കിട്ടുമോയെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. കള്ളം വേണ്ടില്ല, ഒന്നും ചെയ്യില്ല. അതൊക്കെ കാണിച്ചു തരാം. ഇനിയും ബിരിയാണി ഇല്ല സോറി കൊത്തുണ്ട് കേട്ടോ. നല്ല ഒരു കോഴിക്കുട്ടിനെടുത്ത് കാണിച്ചു തരാം. ഇല്ല കണ്ടില്ലേ? അയ്യോ സോറി കോഴിക്കുട്ടി നോക്കട്ടെ. ഇനിയും കുറച്ചും കൂടെ വിരിയുന്ന പ്രതീക്ഷിക്കുന്നു കേട്ടോ. നോക്ക്, ഇതാ മുട്ടത്തോടെ എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് സാധനം വരുന്നത്. ഓക്കെ, കിടന്നു കൊത്തിനു നോക്ക്. അപ്പോൾ ആർക്കെങ്കിലും അസീൽ കുഞ്ഞുങ്ങൾ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വേഗം താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും, നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവും.
ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ അസീൽ കോഴിക്കുഞ്ഞുങ്ങൾ. ഇത് നമ്മുടെ താറാവ്, ഇത് നമ്മുടെ ഗൂസ്. നമ്മൾ പണ്ട് അറിയാൻ പറയും. ജാക്കി വരുന്നു, കാണിച്ചു തരാം കേട്ടോ. ജാക്കി ഓടി വാ. ജാക്കി 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 ജാക്കി